നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നും നമ്മൾ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ലക്ഷ്മികാന്ത് ഒക്കെ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 9 മാർക്ക് 10 മാർക്കിനടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ 5 മാർക്ക് നാണ് എല്ലാ പ്രാവശ്യവും സിലബസിൽ ചോദിക്കും എന്ന് പറയുന്നെങ്കിലും 7 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ വൃത്തിയായിട്ട് പഠിക്കുന്നവർക്ക് ഈ ഒരു 7 മാർക്ക് ഷുവർ ഷോട്ട് ആയിട്ട് ആൻസർ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ ഇവിടോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 5 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. 5 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതൊക്കെ പോർഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക്, അത് ചെയ്തിട്ടുള്ള വീഡിയോസിനപ്പുറത്തോട്ട് ലക്ഷ്മികാന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്സും കൂടെ താഴെ കൊടുത്തിരിക്കാം. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ. മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ചെയ്ത ക്ലാസ് ആണ്, പഴയ ക്ലാസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തത്തില്ല. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. 21ാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? Which of the following statement is or are correct about emergency power of the union government? ഇവിടെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് എമർജൻസി എന്ന് പറയുന്ന അടിയന്തര അവസ്ഥയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. പ്രസിഡന്റിന്റെ പവേഴ്സ് എല്ലാം പഠിക്കണം. അപ്പം ഒന്നാമത്തെ ടോപ്പിക് എമർജൻസി നിങ്ങൾ പഠിക്കുക. അപ്പം അടിയന്തരാവസ്ഥ, പ്രസിഡന്റിന്റെ പവർ, അടിയന്തരാവസ്ഥ എത്ര തരമുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇൻട്രഡക്ഷൻ പറയുമ്പം നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു, യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഷെഡ്യൂളിലാണ് നമ്മൾ തുടങ്ങുന്നത് ക്ലാസ്, ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും. സോ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 കാര്യങ്ങളും പഠിക്കുക. അപ്പൊ 2 ടോപ്പിക് എമർജൻസി, യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും കവർ ചെയ്തൊരു ടോപ്പിക്കാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നിങ്ങളും കവർ ചെയ്ത് കാണും. 3ാമത്തെ ടോപ്പിക്. അടുത്തത് പ്രിയാമ്പിൾ ആണ് കേട്ടോ. പ്രിയാമ്പിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. സോ ഇവിടെ നിന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രിയാമ്പിളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് 42, 44, 52, 74, 82, 86 ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെയിൻസിന് പറയുന്നുണ്ട്. ആ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ, ആർട്ടിക്കിൾ അല്ല, ആ ഭരണഘടനാ ഭേദഗതികളെല്ലാം തന്നെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ആമുഖം പഠിക്കുക, ദെൻ അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രത്യേകിച്ച് 42ഉം 44ഉം എങ്കിലും പഠിച്ചിട്ട് പോവുക. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്, ആമുഖം പഠിക്കുമ്പോൾ നമ്മൾ ഈ സോഷ്യലിസം കൂടെ ചേർത്തിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്, അതും കൂടെ പഠിക്കുക. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? ഇത് SCRT നിന്ന് വന്നൊരു ചോദ്യമാണ്. ഓൾ ഇന്ത്യ സർവീസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം. അതിന്റെ ആൻസർ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ SCRT 10ാം ക്ലാസ്സിലാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്, പൊതുഭരണം. അത് നിങ്ങളൊന്ന് നോക്കുക. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ ലക്ഷ്മികാന്ത് എടുത്ത സമയത്ത് ഡീറ്റെയിൽഡ് വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടി എത്ര തരമുണ്ട്, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ആവാൻ എന്താണ് ക്രൈറ്റീരിയ, അതുപോലെ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി, രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത്, ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ റിട്ടും കൃത്യമായിട്ട് പഠിക്കുക. റിട്സ് എത്ര തരം ഉണ്ടെന്നും എന്തൊക്കെയാണെന്നും അതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സഹിതം പഠിക്കുക. ഇനി നിങ്ങളുടെ എക്സാമ്പിൾ, ഇതുപോലെ എക്സാമ്പിൾ ചോദിക്കുന്ന സമയത്ത് ആൻസർ എഴുതത്തക്ക രീതിയിൽ തന്നെ ഈ ഹേബിയസ് കോർപ്പസും സെർഷ്യോറി മാൻഡമസും എല്ലാം തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്കകത്ത് നിങ്ങൾ ഒന്നുകൂടെ പറയാ, എമർജൻസി പഠിക്കുക, ദെൻ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, കൂട്ടത്തിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പഠിക്കുക, അതുപോലെ പ്രിയാമ്പിൾ പഠിക്കുക, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 42, 44 പഠിച്ചിട്ട് പോവുക. ദെൻ രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിക്കുക, റിട്ട് പഠിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിലെ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായിട്ട് അഴിമതി ആരോപണത്തിന് അതായത് അവരെ അന്വേഷിക്കാനായിട്ട് യോഗ്യതയുള്ള സ്ഥാപനം. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ലോക്പാൽ, ലോകായുക്ത, അതുപോലെ സെൻട്രൽ വിജിലൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്നും ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ലോകായുക്ത, ലോക്പാൽ അത് സിവിക്സിനകത്തും ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്തും അണ്ടറിൽ വരുന്നുണ്ട്. സോ രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനകത്ത് വരുന്ന ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് SC/ST കമ്മീഷന്, അല്ലെങ്കിൽ പിന്നെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനകത്ത് വരുന്ന ഫിനാൻസ് കമ്മീഷൻ, ഇതിന്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓടിച്ചിട്ടൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഭരണഘടനയിൽ നിന്ന് മാത്രം വന്നത്. പഠിച്ചവർക്ക് 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് നോക്കാം. ഇവിടെ 22ാമത്തെ ചോദ്യം, 21ാമത്തെ ചോദ്യം നോക്കാം. ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ലാത്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾ ഇന്ത്യ സർവീസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു, ആരാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇപ്പോഴും അതേ ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, വേറെ രീതിയിലാണ്. അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത്. അപ്പൊ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം ആ ചാപ്റ്ററിൽ തന്നെ കിടപ്പുണ്ട്. ദെൻ 22 എന്നാണ് ചോദിച്ചിരിക്കുന്നത്, സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ. ഇത് നമ്മൾ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കാവുന്നതാണ്. രാഷ്ട്രീയ നേതാക്കള്, സർക്കാർ പദ്ധതി, അവരുമായിട്ടുള്ള ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട്, അത് നമ്മൾ അല്ലാതെ ശ്രദ്ധിക്കാനേ ഒക്കൂ. അത് ഞാൻ വിടുകയാണെ. അടുത്തത് രാഷ്ട്രീയ പാർട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നാഷണൽ പാർട്ടി ആവാനുള്ള ക്രൈറ്റീരിയ സ്റ്റേറ്റ് പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി. നോക്കിയിട്ട് പോവുക. അവിടെ നിന്നും ഡയറക്റ്റ് വന്നൊരു ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ വിവരാവകാശ നിയമത്തിന്റെ പരിധി, ഇൻഫോർമേഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ലോക്പാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത്. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, തുടക്കമാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഭരണഘടനയുടെ ഏത് അമെന്റ്മെന്റ് വഴി, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അമെന്റ്മെന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ആർട്ടിക്കിൾ 300A കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വേറൊരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് DPSP, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഈ 300 അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്തത് അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത്, ഫിനാൻസ് കമ്മീഷനാണ്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കകത്ത് ഫിനാൻസ് കമ്മീഷനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, 9 ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഭരണഘടനയിൽ നിന്ന് വന്നത്. അപ്പൊ ഞാൻ ഇനിയും ടോപ്പിക്ക് റിപ്പീറ്റ് അടിക്കുന്നില്ല. ദെൻ 2022 വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. 23ാമത്തെ ചോദ്യം, അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അധികാര വിഭജനം. ഇപ്പൊ ആദ്യത്തെ ടോപ്പിക് അതായിരുന്നു നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിനുശേഷം പിന്നെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ്, അല്ലെങ്കിൽ എവിടെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. അതും പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ കിട്ടുന്നതാണ്. അതുപോലെ ഇന്ത്യയിലെ ക്ലാസിക് ഭാഷ, അത് നമ്മൾക്ക് അല്ലാതെ തന്നെ പഠിക്കേണ്ടതാണ്. കൂട്ടത്തിൽ മെയിൻസിനകത്ത് നമുക്ക് ഭാഷയെ പറ്റിയിട്ട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്. ഏത് സംസ്ഥാനത്തിന്റെ മുകളിലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? അത് കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് തെറ്റായവ കണ്ടെത്താനാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റ് അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭ, രാജ്യസഭയിലെ അല്ല, അത് പാർലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. അത് നിങ്ങൾക്ക് സിവിക്സിനകത്തും പഠിക്കാനുണ്ട്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടും ചോദിക്കാം. ദെൻ മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ലോക്പാൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A എന്ന് പറയുന്നത് ഏത് വഴി അമെന്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ പോസ്കോയെ പറ്റിയിട്ടുള്ള ഒരു കോമൺ ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അത്രയും ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ദെൻ നെക്സ്റ്റ് നോക്കാം. ഇവിടെയും 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അത്യാഹിതം, അതായത് നമ്മുടെ എമർജൻസിയെ പറ്റിയിട്ടും ആർട്ടിക്കിൾ 19
നിർത്തലാക്കുമെന്നൊക്കെ നമുക്കറിയില്ലേ, എന്തൊക്കെയോ റദ്ദ് ചെയ്യുമെന്നൊക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. പിന്നെ കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ, സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ് ചോദ്യം. ദെൻ ഇന്ത്യൻ ഭരണഘടനയിൽ സ്റ്റേറ്റ് പോളിസിയുടെ DPSP എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ലക്ഷ്മികാന്തിനകത്ത് നിന്ന് വന്ന ചോദ്യമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? അതും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ചോദ്യമാണ്. ദെൻ അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് ചോദ്യം പിന്നെയും വന്നിരിക്കുന്നു. പിന്നെ സിവിൽ സർവീസുകാരുടെ, സിവിൽ സർവീസിൽ നിന്നും ഡയറക്റ്റ് വന്ന, അത് നമുക്ക് അഖിലേന്ത്യാ സർവീസിലും പഠിക്കാൻ പറ്റും. ദെൻ നമുക്കൊരു ടോപ്പിക് ഉണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് സിവിക്സിനകത്ത്, അവിടെ നിന്നും ആ ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. അത് സിവിക്സിൽ നിന്ന് വന്നൊരു ചോദ്യവുമാണ്, എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചെറിയ റിലേഷനും ഉണ്ട്. വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. അതുപോലെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, സിവിക്സുമാണ്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ സിവിക്സും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും, രണ്ടും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകുന്നത്. 20ാമത്തെ ചോദ്യമാണ്, ഏത് ആർട്ടിക്കിൾ ആണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിലുള്ള അധികാരങ്ങളെ പറ്റി പറയുന്നത്? ഓൾറെഡി റെപ്പറ്റേറ്റീവ് ചോദ്യമാണ്. ദെൻ കൂറുമാറ്റം, അതിന്റെ പേരിലുള്ള ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും അത്. നമ്മൾ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള ഷെഡ്യൂൾസ് പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന ചോദ്യമാണത്. അതുപോലെ നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അതറിയപ്പെടുന്നത് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ചോദ്യമാണ്. ദെൻ ഒരു നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം, കോമൺ ചോദ്യം. അതിനുശേഷം താഴെ പറയുന്ന പൗരന്മാർക്കും വിദേശികൾക്കും സിറ്റിസൺഷിപ്പിൽ നിന്ന് വന്ന ചോദ്യമാണ്. റിട്ടാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. ദെൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നമ്മൾ ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് എല്ലാം പഠിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ. അത് SCRT ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുമുണ്ട്, SCRT പുസ്തകത്തിൽ ഉണ്ട് താനും. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമം, അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പഠിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രൈമസ് ഇന്റർ പാരസ് എന്ന് വിശേഷിപ്പിച്ചത്, തുല്യരിൽ ഒന്നാമൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ ഇതിനകത്തു നിന്നും കൂടുതലും ചോദ്യങ്ങൾ സിലബസിനകത്ത് നിന്ന് തന്നെ വന്നതാണ്. സിലബസിനകത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്നും ഏതൊക്കെ ടോപ്പിക്കാണ് കൃത്യമായി പഠിക്കേണ്ടതെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. മൗലികാവകാശം ഉറപ്പായിട്ടും പഠിക്കാം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ ബേസിക് ആയിട്ടുള്ള, അതായത് ഷെഡ്യൂള്, ആർട്ടിക്കിൾസ് ഉണ്ടായ സമയത്തെ കാര്യങ്ങൾ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓടിച്ചിട്ടൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ് റിട്ടുകള്, പ്രസിഡന്റിന്റെ അധികാരങ്ങള്, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്, ലോക്പാൽ, ലോകായുക്ത. ഈ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.